അത് നോക്കി ആ കുട്ടി 3-4 ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇതാ നിൽക്കുന്ന കുട്ടിയില്ലേ, മിക്ക 3 ദിവസം കൊണ്ട് ആ കുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തോ സംഭവം എന്നുള്ളത് അറിയത്തില്ല. അത് എന്ത് വല്ല ഉടായ്പ വല്ലതും എന്തെങ്കിലും ഉടായ്പ വല്ലതും ഉണ്ടോന്നൊരു സംശയം ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടിട്ടുമില്ല, മാസ്ക് ഇട്ടിട്ടുണ്ട്. അതായിരിക്കും എന്താ സംഭവം എന്നുള്ളത് നോക്കണം അല്ലേ. 3-4 ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. 3-4 ദിവസം കൊണ്ട് അതെ ഡെയിലി തന്നെ പരിപാടി. 3-4 ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഇവിടെ നേരത്തെ കണ്ടിട്ടുമില്ല. ഡെയിലി ഈ സമയത്ത് ഞാൻ ഷോപ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേ ഇവിടെ തന്നെ ഉണ്ട്. എന്താ സംഭവം എന്നുള്ളത് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡെയിലി ഈ സമയം കുട്ടികളൊക്കെ അങ്ങനെ തന്നെ കയ്യിലൊക്കെ ഇങ്ങനെ ഫോണും ഒക്കെ ഇരിക്കല്ലേ. എല്ലാരെ കയ്യിലും നിക്കാവും നിശ്ചയൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ കയ്യില് ഫോണല്ലേ. ഇവിടെ കണ്ടിട്ടില്ല. അതെ ഞാൻ പിന്നെ അന്നാണ് നമ്മൾ ആദ്യം കാണുന്നത്. സെയിം ടൈമിൽ ഇവിടെ ഉണ്ട്. ഞാൻ ഇങ്ങടുത്ത് പറയുകയും ചെയ്തില്ലേ, ചെറിയ പെൺകുട്ടിയാട്ടോ. ഇത് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. ആരെയാ കാത്തു നിൽക്കാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സംശയമുണ്ട്. അങ്ങനെയുള്ള കേസുകളൊന്നും ഇല്ലല്ലോ. ഇപ്പം എല്ലാം ഈ മാസ്കും ഈ തലയിൽ കൂടെ തട്ട വിട്ട് അതെല്ലാം ഒരു മറയാക്കി അങ്ങ് വെച്ചിരിക്കുകയല്ലോ. ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ഇത് എന്താ സംഭവം എന്നുള്ളത്. അതെ എന്താ സംഭവം എന്നുള്ളത് അറിയുന്നില്ലല്ലോ. അല്ല നമ്മളെ മൈൻഡ് ചെയ്യത്തില്ലെന്നേ. നമ്മളിപ്പോ കുറച്ചു നേരം കൊണ്ട് ഇരിക്കുന്നില്ലേ. അതെ അപ്പുറത്ത് പോയാൽ കറക്റ്റ് ആയിട്ട് കിട്ടിയാനല്ലേ. അതാ പറഞ്ഞ ആരെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിക്കുക. അതെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വന്നേക്കുന്നത്. ഇതെന്താ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. അതെ എന്താ സംഭവം എന്നുള്ളത് അതെ കൊച്ചു സൂം ചെയ്തേ. കുറച്ച് വണ്ടി എന്താ സംഭവം എന്നുള്ളത് നമുക്ക് അറിയുന്നില്ലല്ലോ. ആരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാനൊരു 3 ദിവസം കൊണ്ട് കാണുന്നുണ്ട്. നമ്മൾ ഇന്നലെ ചോറിനാ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ണാൻ വരുമ്പോ ബാഗൊന്നുമില്ല, മാസ്ക് വിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ ഒരു കാര്യങ്ങള് വലിയ പ്രായമൊന്നുമില്ല അല്ലേ. ചെറിയ പെൺകുട്ടിയാണ്. ഇല്ല ശ്രദ്ധിക്കത്തില്ലെന്ന് ഇങ്ങോട്ട്. പെട്ടെന്ന് ആരെങ്കിലും ഇങ്ങോട്ട് എങ്ങനെ പ്രതീക്ഷ വെച്ചിട്ടാവൂല്ലേ വളർത്തുന്നത് തന്നെ. കാലഘട്ടം എങ്ങോട്ടാണ് ഈ പോകുന്നത്. നമ്മളെ കാണില്ലല്ലോ. ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. ഇത് എന്ത് സംഭവം എന്നുള്ള അറിയത്തില്ല. ഇനി ഏതെങ്കിലും കുട്ടികളെ കാത്തിരിക്കാന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഇനിയിപ്പോ സ്കൂളിൽ നിന്ന് വരുന്നവര് അല്ല, സ്കൂളിൽ ഇവിടെ സമയമായില്ലേ. അതെ അല്ല സ്കൂൾ
സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് സമയമായോ? സമയം 3 മണിയല്ലേ ആയിട്ടുള്ളൂ. പിന്നെ ബാഗ് കയ്യിലില്ല. സാധാരണ ഈ കുട്ടികളെ വഴിയരിയിൽ മറ്റേ പെണ്ണ് മാസ്ക് ഇട്ടുണ്ട്. ഈ മാസ്ക് ആണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. അല്ല കുട്ടികളെ വിളിക്കാൻ വേണ്ടിട്ട് ഏറ്റവും വലിയ ഡേഞ്ചർ. ഏറ്റവും വലിയ ഡേഞ്ചർ മാസ്ക്. അതെ, ഈ കുട്ടികളെ വിളിക്കാനാന്നുണ്ടെങ്കിൽ മാസ്ക് ഇട്ടുകൊണ്ട് വന്നിക്കേണ്ട കാര്യമില്ല. ആരോ വിളിക്കുന്നുണ്ട്. കണ്ടിട്ട് ഉടായ്പ ഫീൽ ഉണ്ട്. കറക്റ്റ് പിടിക്ക്. ശരിക്ക് കണ്ണൂട്ടൊക്കെ ഭയങ്കര പ്രശ്നട്ടാ. ഈ കുട്ടികളെ പിടുത്തക്കാരൊക്കെ ഉണ്ടേ. അതെ ആരോ വിളിക്കാണ്. സിന്ധു ഈ മെല്ലെ പോയി നോക്കിയാലോ? ഞാനൊന്ന് ഇറങ്ങട്ടെ. അതെന്താ ഒരു കാര്യം ഞാൻ പറയട്ടെ. ബസ് സ്റ്റോപ്പ് അവിടെ അല്ലല്ലോ. ബസ് കാത്തു നിക്കല്ല. അതെ ആളെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തോ കാര്യം ചോദിക്കാൻ. ഇറങ്ങി നോക്കിയാലോ? അതാവും. അല്ല അവളിപ്പോഴും സംസാരിച്ചോണ്ടിരിക്കല്ലേ? അതെ, അവള് അങ്ങനെയാണെങ്കിൽ ആ ആളായിട്ട് സംസാരിക്കോ? ഉണ്ടോ? അവള് സംസാരിച്ചോണ്ടിരിക്കാണ്. ഇത് ഈ മാസ്കിന്റെ കേസ് എന്ത് സംഭവം എന്നുള്ളത് ഇതെന്തോ സംഭവം ഉണ്ട് കേട്ടോ. ഇതെന്തോ ഉടായിപ്പോ എന്തോ വാങ്ങാനാ. അതാങ്ങളെ ആരെങ്കിലും ഒരിക്കും ഡ്രസ് മേടിക്കാൻ വേണ്ടിട്ട്. ഹെൽമെറ്റ് ഉണ്ടല്ലോ. ഇന്നത്തെ എന്തോ ചെയ്യാനാണ് വീട്ടിൽ എന്തും പറഞ്ഞായിരിക്കും ഇറങ്ങുന്നത്. ഇത് ഫുള്ള് ഉടായിപ്പാണ് ട്ടോ. എന്റെ പൊന്നോ, എന്റെ പൊന്നോക്കട്ടെ വന്നുടായിപ്പോന്നല്ലത്. ഓണടിക്കല്ലേ. ഇത് എന്ത് സംഭവം എന്നുള്ളത് നോക്കാം. അവള് നോക്കട്ടെ. അവക്ക് എന്തോ ഒരു സംശയം, വണ്ടി പുറകിൽ വരുന്നുണ്ടോ എന്നുള്ളൊരു സംഭവമാണ്. നോക്ക് ഇല്ല, അവള് തിരിഞ്ഞു നോക്കട്ടെ. സംഭവം ഇത് വേറെ എന്തോ ഉടായിപ്പ് കേട്ടോ. ഏറ്റവും വലിയ ഉടായിപ്പ്. തിരിഞ്ഞു നോക്കുന്നേട്ടാ. എന്തോ അവർക്ക് മണത്തുന്നു കേട്ടോ അവന്മാർക്ക്. ഞാൻ പറഞ്ഞില്ല ഇങ്ങടുത്ത് 3 ദിവസം കൊണ്ട് ഞാൻ കാണുന്നത്. ഇപ്പൊ ഇന്ന് കറക്റ്റായിട്ട് വന്ന് വീണ്. നമ്മള് സാധാരണ വിചാരിക്കുന്നത് എന്ത് മറ്റേ ഇതിന് വേണ്ടിട്ട് നിക്കുന്ന ബസ് കയറാൻ വേണ്ടിട്ട് ബസ് സ്റ്റോപ്പിന്റെ അടുത്തല്ലേ നിക്കുന്നേ. അവള് നോക്കുന്നുണ്ട് കണ്ട. പിന്നാലെ പോണം. എന്താ വഴങ്ങുണ്ടായിപ്പോ ഇല്ലെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ഒക്കെ ആണെന്നുണ്ടെ വഴിയൊന്നും പിന്നെ ഇത് ആക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പറഞ്ഞിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ അതിനെക്കാട്ടി വലിയ പേടിച്ച് അപ്പൊ വിട്ടു പോന്നു കേട്ടോ. ഓ, ഇപ്പൊ സംഗതി മനസ്സിലായില്ല എന്തുവാന്നുള്ളത്. അമ്മക്കത് മതി. എന്തോ എന്നാ ഉടായിപ്പോ ഇത്. അതെ